കുറച്ച് നാൾ കാണാണ്ടാകുമ്പോഴത്തേനും അവർ നമ്മളെ അന്വേഷിച്ച് വരുമായിരുന്നു. നമ്മൾ പഠിക്കുന്നില്ലേ അങ്ങനെ ചോദിച്ച്. JK സാറാണെങ്കിലും സാറിൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മളെ കാണാതായ സാറിന് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അത്രയും അവർ നമ്മളെ പറ്റി കൺസേൺ ആകുമ്പോൾ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ പേര് സോന വിൽസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 2023 മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ. ഡിഗ്രി കഴിഞ്ഞ് അപ്പം തന്നെ ഇങ്ങോട്ട് വരുമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ മേജർ എക്സാംസൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ജേണിയിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് SBIയുടെ പ്രിലിംസ് വന്നത്. അതൊരു 2-3 മാർക്കിന് മിസ്സായപ്പോൾ ഒരുപാട് വിഷമം തോന്നി. പിന്നെ 2024 നടന്ന എല്ലാ എക്സാംസിൻ്റെയും പ്രിലിംസ് SBPE ഒഴിച്ച് എല്ലാത്തിൻ്റെയും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇംഗ്ലീഷ് ഭയങ്കര ബിലോ ആവറേജ് ആയിരുന്നു ഞാൻ. GA ഭയങ്കര വീക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് ഇംഗ്ലീഷിനും GAയ്ക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങിയത്. JK സാറ് പറയുന്ന പോലെ ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങിയപ്പോഴാണ് വേൾഡിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും ഇംഗ്ലീഷ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റിയത്. എൻ്റെ ഈ ഒരു ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ദൈവത്തോടും മാതാപിതാക്കളോടും കൂടെ നിന്ന ഓരോ കൂട്ടുകാരോടും, ഏറ്റവും പ്രത്യേകമായിട്ട് ICDയോടാണ്. ഈ എക്സാംസിന് വേണ്ടി എല്ലാം പഠിച്ചത് ഇവിടെ നിന്നാണ്. ICDനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ തരുന്ന ഓരോ മെറ്റീരിയൽസും ക്ലാസ്സും വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ ഇടുന്ന എക്സാംസ്, ഡെയിലി എക്സാംസ് ഇടുമായിരുന്നു. ഒന്നരാടം ക്ലാസ് ടൈമിലും ഡെയിലി എല്ലാ ദിവസവും ഇടുമായിരുന്നു. ഓരോ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഡെയിലി രണ്ട് എക്സാം വീതം ഇടുമായിരുന്നു. അപ്പോഴേക്കും നമുക്ക് ഒരു എക്സാം ആകുമ്പോഴത്തേനും ഒരുപാട് മോക്ക് എഴുതി ഒരു കോൺഫിഡൻസ് വരുമായിരുന്നു. അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ IDBI ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലാകെ 30 വേക്കൻസിയിൽ 13 ജനറൽ അതിലൊന്നായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡിഗ്രി 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഒരു IBPS POയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ചേട്ടൻ, ഒരു SBI POയിൽ ക്ലിയർ ചെയ്ത ഒരു ചേച്ചിയുടെയും വീഡിയോ കണ്ടിട്ടാണ് ICDനെ പറ്റി അറിയുന്നതും. പിന്നെ കുറേ പേരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ICD ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് കൊല്ലം വരെ എത്തിയത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്നേ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് ജോലി വാങ്ങി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാവാൻ കഴിയണം എന്നുള്ളത്. അങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് ഇവിടെ എത്തിയപ്പോഴും അതിൽ അവർ പറഞ്ഞ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സുകളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും, പ്രത്യേകം പറയുകയാണെങ്കിൽ രമേശ് സാറ്, ഷമീൻ സാറ്, അനുശ്രീ മിസ്, അഷിത മിസ് ആണെങ്കിലും RK സാറാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. നമ്മൾ ഓരോ കാര്യങ്ങളിലും ഭയങ്കര ഡൗൺ ആയി പോകുമ്പോഴും ഓരോരുത്തരും കുറച്ച് നാൾ കാണാണ്ടാകുമ്പോഴത്തേനും അവർ നമ്മളെ അന്വേഷിച്ച് വരുമായിരുന്നു. നമ്മൾ പഠിക്കുന്നില്ലേ അങ്ങനെ ചോദിച്ച്. JK സാറാണെങ്കിലും സാറിൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മളെ കാണാതായ സാറിന് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അത്രയും അവർ നമ്മളെ പറ്റി കൺസേൺ ആകുമ്പോൾ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ എൻവയോൺമെൻറ്റും ഇവിടുത്തെ ഓരോ സുഹൃത്തുക്കളും ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനി വരാനുള്ള ആസ്പിരൻസിനോട് പറയാനുള്ളത്, നമ്മളെ നെഗറ്റീവ് ആക്കാൻ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ കുറേ പേര് നമ്മളെ നെഗറ്റീവ് ആക്കാൻ വരും. പക്ഷേ നമ്മളെ പോസിറ്റീവ് ആക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ ഇവിടെ നിന്ന് ജോലി കിട്ടിപ്പോയവരായിരിക്കും. അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. നമ്മൾ അവരുടെ കൂടെ കൂടുകയാണെങ്കിൽ നമ്മൾ അവരെത്തിയ സ്ഥലത്തോ അതിനും കൂടുതലോ നമുക്ക് എത്താനും പറ്റും. നമ്മുടെ ലൈഫ് സക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും കോൺസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.